മരണം അതൊരു വല്ലാത്ത വേദനയാണ്, വല്ലാത്തൊരു വേർപാടാണ്. മരണമെന്ന ഒരു നഗ്ന സത്യം നമുക്കൊക്കെ അറിയുന്നതാണ്. പക്ഷേ നമ്മുടെ പ്രതീക്ഷയാണ് നമ്മെ ജീവിപ്പിക്കുന്നത്, മുന്നോട്ട് തള്ളുന്നത്. നമുക്ക് കണക്കാക്കപ്പെട്ട ലൈഫ് പീരീഡിൽ കുറയുകയാണ്. നടന്നു നീങ്ങുമ്പോൾ ഒരു 100 ചവിട്ടടി മുന്നോട്ട് ചവിട്ടിയാൽ അത് കുറഞ്ഞു. നമ്മുടെ ടൈം ടേബിൾ, നമ്മൾ കറക്റ്റ് ലൈഫ് പീരീഡിൽ നിന്ന് അടുത്ത് നീങ്ങുകയാണ്. വല്ലാത്തൊരു വേദനയാണ് വേർപാട്. പക്ഷേ നമുക്ക് പ്രസംഗത്തിലും വായതിലും പ്രഭാഷണത്തിലൊക്കെ പൊതുവെ ദുആ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്നതാണ്, പൊടുന്നനെയുള്ള മരണം, പെട്ടെന്നുള്ള മരണം തമ്പുരാനെ കാത്തുരക്ഷിക്കണേ എന്ന്. നമ്മളിതൊക്കെ എവിടെയാണ് അന്ത്യം, എവിടെയാണ് നമുക്കുള്ള ജീവിതത്തിൻ്റെ റെഡ് കാർഡ് കാട്ടി ഭൂമിയിൽ നിന്നും പുറത്തു പോകുന്നത് ആർക്കറിയാം? തമ്പുരാൻ്റെ കൃപ മാത്രം. ഇപ്പോൾ പ്രായമില്ല, പണ്ടേ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, നഗ്ന സത്യമാണ്. ഇപ്പോൾ ഈ അടുത്തൊക്കെ ഇപ്പം ഇന്ന് മങ്കടയിൽ പെടുന്നനെയുള്ള ഇടിമിന്നലേറ്റുള്ള മരണം, ഈ ആഴ്ച കാച്ചിനുകാട് ഒരു സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, ഞങ്ങളുടെ പയ്യമ്പള്ളൂർ നാട്ടിൽ ഞങ്ങളെയൊക്കെ സുഹൃത്തായ 2 പേര് 2-3 ദിവസത്തിനുള്ളിൽ പെടുന്നനെയുള്ള മരണങ്ങൾ. ഒരാൾ രോഗിയായിരുന്നിട്ടും അന്ത്യനിമിഷം വരെ, അവസാന സമയം വരെ പുണ്യ റസൂലിൻ്റെ ജോലി ചെയ്തുകൊണ്ട്, ആടുമേച്ചുകൊണ്ട് സന്തോഷത്തോടെയായിരുന്നു. ഒരുങ്ങിയതുപോലെ, ഒരുക്കം നടത്തിയതുപോലെ ആടുകുട്ടികളെ തലോടിക്കൊണ്ട് അവരോട് പറയുമായിരുന്നു, നിങ്ങളെ ഇനി വലിയ സംഖ്യയ്ക്ക് വിൽക്കാൻ ഞാൻ ഉണ്ടാകുമോ? സുഹൃത്തായിരുന്നു ഞങ്ങളെല്ലാം. അവസാന നിമിഷം വരെ വളരെ സന്തോഷത്തിലായിരുന്നു. പള്ളിയുമായിട്ടും പുണ്യനിസ്കാരത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ജോലിയായിട്ടും എല്ലാം വളരെ സന്തോഷത്തോടെ. ഇന്ന് മങ്കടയിലെ പ്രകൃതിയുടെ ഇടിമിന്നലേറ്റുകൊണ്ട് തൽക്ഷണം കുടുംബത്തെ വിട്ടുപോയ 4 സഹോദരങ്ങൾക്കും 1-2 ദിവസങ്ങളിൽ വ്യത്യാസത്തിലായി ഞങ്ങളെ നാട്ടിൽ നിന്ന് ഞങ്ങൾ വിട്ടുപോയ 2 സുഹൃത്തുക്കൾക്കും തമ്പുരാനെ നീ മഗ്ഫിറത്തും റഹമത്തും നൽകണേ. അവരുടെ 2ാമത്തെ ജീവിതം, പാരത്രിക ജീവിതം, നീ സ്വർഗീയ അനുഭൂതി നൽകണേ. നിൻ്റെ ഏറ്റവും വലിയ സമ്മേളന നഗരിയായ മഹ്ശറ എന്ന ആ ഒരു വലിയ സമ്മേളന നഗരിയിൽ, സ്വർഗത്തിൽ ഞങ്ങൾക്ക് അവരെ കണ്ടുമുട്ടാനുള്ള ഒരു മഹാഭാഗ്യം നൽകണേ തമ്പുരാനെ, കനിയണേ തമ്പുരാനെ. ആമീൻ, ആമീൻ, ആമീൻ. ഹനീഫ് കട്ടുപ്പാറ.